29-ാം ദിവസം തോമാശ്ലീഹ എദേസായുടെ ഭാഗ്യമാകുന്നു. മൈലാപ്പൂരിൽ സംസ്കരിക്കപ്പെട്ട തോമാശ്ലീഹായുടെ ഭൗതിക ശരീരത്തിൻ്റെ ഒരു ഭാഗം പിന്നീട് എദേസായിലേക്ക് സംവഹിക്കപ്പെട്ടു. അവിടെ തോമാശ്ലീഹായുടെ പേരിലുള്ള വലിയ പള്ളിയിൽ അത് വണക്കത്തിനായി പ്രതിഷ്ഠിച്ചിരുന്നു. തിരുശേഷിപ്പ് വണങ്ങുവാൻ വരുന്നവരുടെ ഉപയോഗത്തിനായി ശ്ലീഹായുടെ ഭാരതത്തിലെ സുവിശേഷ യാത്രയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥവും വെച്ചിരുന്നു. ധാരാളം ആളുകൾ പ്രസ്തുത പള്ളിയിൽ വന്ന് തോമാശ്ലീഹായെ വണങ്ങി അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരുന്നു. വിചിന്തനം. തോമാശ്ലീഹായുടെ തിരുശേഷിപ്പ് എപ്പോഴാണ് എദേസയിലെത്തിയത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ല. എന്നിരുന്നാലും AD 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് സംഭവിച്ചു എന്ന് തന്നെ കരുതാം. കാരണം AD 250 രചിക്കപ്പെട്ട തോമായുടെ നടപടികൾ എന്ന ഗ്രന്ഥത്തിൽ ഇതിൻ്റെ സൂചനകളുണ്ട്. പ്രസിദ്ധ സുറിയാനി സഭാപിതാവായ എഫ്രൈമിൻ്റെ രചനകളിൽ മാർ തോമാശ്ലീഹായുടെ തിരുശേഷിപ്പ് ഇന്ത്യയിൽ നിന്നും എദേസയിലേക്ക് കൊണ്ടുപോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധരും രക്തസാക്ഷികളും നമുക്ക് എന്നും പ്രത്യാശയും പ്രചോദനവും പകർന്നു തരുന്നു. അവരുടെ സാന്നിധ്യം നമുക്കെന്നും ശക്തി സ്രോതസ്സാണ്. ജീവിതകാലത്ത് ഭാരതീയർക്ക് ദൈവാനുഗ്രഹങ്ങൾ വാങ്ങിത്തന്ന തോമാശ്ലീഹ മരണശേഷം മറ്റ് സ്ഥലങ്ങളിലും അനുഗ്രഹങ്ങൾ വർഷിച്ചു. തോമാശ്ലീഹായുടെ തിരുശേഷിപ്പ് സ്വന്തമാക്കുവാൻ എദേസയിലെ നിവാസികൾ ആഗ്രഹിച്ചു. അതിനായി അവർ ക്ലേശങ്ങൾ സഹിച്ചു. അപ്പസ്തോലനെ സ്വന്തമാക്കുവാൻ നമുക്കും സാധിക്കട്ടെ. അവിടുന്ന് ഭാരതീയരായ നമ്മുടെ സ്വന്തമാണ്. നാം അവിടുത്തേക്കും സ്വന്തമാണ്. ശ്ലീഹായുടെ മാധ്യസ്ഥം എന്നും നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ നേടിത്തരട്ടെ. നമ്മുടെ ആവശ്യങ്ങളിൽ അവിടുത്തെ സഹായം നമുക്ക് വിശ്വാസപൂർവ്വം തേടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തോമാശ്ലീഹായെ പഠിപ്പിച്ച് അനേകായിരങ്ങളെ നിന്നിലേക്ക് ആനയിക്കുവാൻ തോമാശ്ലീഹായ്ക്ക് ശക്തി നൽകുകയും ശ്ലീഹായുടെ മാധ്യസ്ഥത്താൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്ത കർത്താവേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.